ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ലൈഫ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് അസൂസിൻ്റെ വൈവോ ബുക്ക് 15 എന്നൊരു ലാപ്ടോപ്പാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ടപ്പ് ടപ്പ് എന്ന് അടിച്ച് പൊട്ടിച്ച ഗൈസ്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. No, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on. Through the highways, till my shadow turns to sun rays, and on we'll go, through the wastelands, through the. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ലാപ്ടോപ്പിൻ്റെ മെയിൻ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ കാണുന്നത് ലാപ്ടോപ്പിൻ്റെ ചാർജ് ചെയ്യാനുള്ള DC ചാർജിങ് പോർട്ടാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത സൈഡിലായിട്ട് തന്നെ HDMI പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത് തന്നെ 2 USB പോർട്ടും അതിൻ്റെ അടുത്തായിട്ട് ഒരു Type-C പോർട്ടും പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ഹെഡ്ഫോൺ ജാക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കൊരു എയർ വെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു പോർട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ലാപ്ടോപ്പ് നമുക്കൊന്ന് ബൂട്ട് ചെയ്യാം. ഈ ഭാഗത്തായിട്ടാണ് പവർ ബട്ടൺ കാണാൻ സാധിക്കുന്നത്. ലാപ്ടോപ്പ് നമ്മളുടെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസായിട്ട് കിടക്കാം. ആദ്യമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. ഇൻ്റലിൻ്റെ i3 12th ജനറേഷൻ ചിപ്സെറ്റാണ് ഇതിനകത്ത് വരുന്നത്. അത് മാത്രമല്ല വിത്ത് 16 GB RAM ആൻഡ് 512 GB SSD ആണ് ഇതിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത്. ഇത് ഈ കാണാൻ സാധിക്കുന്നത് 15 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ്. നമുക്ക് കമ്പനി ഇതിന് പറയുന്ന ബാറ്ററി പ്ലേ ബാക്ക് എന്ന് പറയുന്നത് ഏകദേശം 8 hours ആണ്. എന്തായാലും നമ്മുടെ യൂസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ബാറ്ററിൻ്റെ പ്ലേ ബാക്ക്. അപ്പോൾ ഒരു നോർമൽ യൂസറിനെ സംബന്ധിച്ച് ചിലപ്പോൾ 7 to 8 hours കിട്ടിയേക്കാം. ചിലപ്പോൾ നിങ്ങളൊരു ഹെവി യൂസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 5 to 6 hours ആയിരിക്കും ലഭിക്കുക എൻ്റെ ഒരു ഇതിൽ. പിന്നീട് ഈ ലാപ്ടോപ്പ് നമുക്കൊരു ഓഫീസ് വർക്കിനും ഒരു വീട്ടമ്മമാർക്ക്, ഹോമീസിന്, പിന്നീട് ഒരു സ്റ്റുഡൻസിന് ഒക്കെ നമുക്ക് ഈ ലാപ്ടോപ്പ് യൂസ്ഫുള്ളായിരിക്കും. പിന്നീട് നമുക്കിതിൻ്റെ ബ്ലൂടൂത്ത് വെർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഇതിൽ വരുന്നത്. അത് മാത്രമല്ല വൈഫൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈഫൈ വെർഷൻ 6 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് പുതിയ സംവിധാനങ്ങളായ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് സിൽവർ കളറാണ് ഞാൻ ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി മൈക്രോസോഫ്റ്റ് ബേസ്ഡ് ലാപ്ടോപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഗൂഗിൾ ക്രോമോ മോസില്ല ഫയർഫോക്സോ ഒന്നും ഇൻബിൽറ്റായിട്ട് വന്നിട്ടില്ല. നമ്മളത് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ഓഡിയോ ആൻഡ് വീഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
നിങ്ങൾ ഈ കേട്ടതാണ് ഈ ലാപ്ടോപ്പിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഓഡിയോ ക്വാളിറ്റി തന്നെയാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ലാപ്ടോപ്പ് തരുന്നുണ്ട്. അതിനോട് തന്നെ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെ നമുക്കിന്ന് കിട്ടുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് ഒന്നും അല്ലെങ്കിൽ പോലും നമുക്കൊരു അത്യാവശ്യം വേണ്ട ഒരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമുക്ക് പരിശോധിച്ചല്ലോ. ഇനി നമുക്കിതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഈ ലാപ്ടോപ്പിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു കാലിബ്രേറ്റഡ് കളർ റീപ്രൊഡക്ഷൻ നമുക്ക് ഈ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. വാവ്, ഇതൊരു LCD ഡിസ്പ്ലേ ആയിട്ട് കൂടി നമുക്കൊരു LED ഡിസ്പ്ലേൻ്റെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് ഈ ലാപ്ടോപ്പ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ കൺസെപ്ഷന് ഈ ലാപ്ടോപ്പ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോസ് ചെയ്യണം. ഇതാണ് നമുക്ക് ഈ ലാപ്ടോപ്പ് തരുന്ന ഗെയിം പ്ലേ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലേ തന്നെ ഇത് തരുന്നുണ്ട്. i3 ചിപ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഹെവി ഗെയിംസ്, അതായത് GTA 5 അതുപോലത്തെ ഗെയിംസൊക്കെ കളിക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഇതുപോലത്തെ ലൈറ്റ് ഗെയിംസിനൊന്നും യാതൊരുവിധ പ്രശ്നമില്ലാതെ നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒരു ലാഗും നമുക്ക് വരുന്നില്ല. അത്രയും നല്ലൊരു ഗെയിം പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. ലൈറ്റ് ഗെയിംസിന് യാതൊരു പ്രശ്നമില്ല. വീണ്ടും പറഞ്ഞോട്ടെ, വലിയ സൈസ് കൂടിയ ഗെയിംസ് ഇതുപോലത്തെ സബ്വേ സർഫേഴ്സ്, ആസ്ഫോൾട്ട്, നിട്രോ അതുപോലത്തെ ഗെയിംസ് നമുക്ക് കളിക്കാൻ ഈസിയായിട്ട് കളിക്കാൻ സാധിക്കും. ഒരു ഹാങ്ങും ഇല്ല കളിക്കാം. വലിയ ഗെയിംസ് GTA 5, ഗാങ്സ്റ്റർ വെഗാസ് അതുപോലത്തെ ഹെവി ഗെയിം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ അത്രയും റാം എഫിഷ്യൻസി ഇതിനില്ല. ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ വാൾപേപ്പർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു എക്സ്ട്രാ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നീട് അത്യാവശ്യം നല്ലൊരു ട്രാക്ക് പാഡാണ്. ട്രാക്ക് പാഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആവുന്നുണ്ട്. നമുക്കിങ്ങനെ യൂസ് ചെയ്യാനൊന്നും യാതൊരുവിധ ഒരു ചീപ്പ് ക്വാളിറ്റി ഫീൽ നമുക്ക് കിട്ടുന്നില്ല. പിന്നീട് അത്യാവശ്യം നല്ല സ്പേസിങ് നിലനിർത്തുന്ന ഒരു കീബോർഡ്സ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഒരു കുഴപ്പമൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നീട് ഈ ലാപ്ടോപ്പ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് മൗസോ എക്സ്റ്റേണൽ കീബോർഡോ ബാഗോ ലാപ്ടോപ്പ് ബാഗോ ഒന്നും കിട്ടുന്നില്ല. ഞാൻ ബാഗ് ഉദ്ദേശിച്ച ലാപ്ടോപ്പ് ബാഗാണ്. അത് നമുക്ക് കിട്ടുന്നില്ല ഇതിൻ്റെ കൂടെ തന്നെ. അതൊക്കെ ഒരു എക്സ്ട്രാ ആക്സസറി ആയിട്ട് വാങ്ങേണ്ടതാണ്. അപ്പോൾ ഞാൻ തന്നെ ഇതിൻ്റെ ഒരു ലെനോവോൻ്റെ ഒരു വയർലെസ് മൗസ് ഇതിനു വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ലാപ്ടോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ വീഡിയോ ഗെയിം പ്ലേ നമ്മൾ കണ്ടു. പിന്നീട് ഇതിൻ്റെ ഗെയിമിംഗ് ഒരു വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലാപ്ടോപ്പ് ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ അതോ പുറത്തെ ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഏകദേശം ഒരു 35,000 പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം വേർത്താണ്. അതും വിത്ത് അസ്യൂസ് ബ്രാൻഡിങ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെയും അസ്യൂസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോഴും ഒരു 10 വർഷം പഴയ ഒരു ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. അതും അസൂസിൻ്റെയാണ്. അതിൻ്റെ ഒരു വിശ്വാസപ്പുറത്താണ് നമ്മളിപ്പോഴും വീണ്ടും അസൂസ് തന്നെ വാങ്ങിച്ചത്. ഇതെൻ്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച ലാപ്ടോപ്പ് കേട്ടോ, അല്ല എനിക്ക് വേണ്ടി വാങ്ങിച്ച ലാപ്ടോപ്പല്ല. ഞാൻ അത്യാവശ്യം ഹെവി ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെയും എനിക്ക് ഈ ലാപ്ടോപ്പ് സ്യൂട്ടാവില്ല. അമ്മയ്ക്ക് ഓഫീസ് വർക്ക്സിന് മാത്രമായതുകൊണ്ട് തന്നെ വാങ്ങിച്ചതാണ് ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. എൻ്റെ ഈ ലാപ്ടോപ്പ് അൺബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ലാപ്ടോപ്പ് അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പാണ്. 35,000 രൂപയ്ക്ക് വിൻഡോസ് 11 ഹോംസ്, ഫിംഗർ പ്രിൻറ്റ്, സെക്യൂരിറ്റി അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരത്തേക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നമുക്കിനി വേറെ കിടിലം വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ ബൈ.